بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ സൂറത്തു അസ്-സുമർ അതിന്റെ പ്രാരംഭ വചനങ്ങൾ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നാമത്തെ ആയത്ത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം എന്ന ആയത്താണ് നമ്മൾ പരിശോധിച്ചത്. അതിൽ എന്തുകൊണ്ടാണ് അൽ കിതാബ് എന്ന് പറയുന്നത് എന്ന കാര്യം വിശദീകരിച്ചു. ഖുർആനിനെയാണ് അൽ കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഖുർആൻ എന്ന് പേരിടാനുള്ള കാരണം, അതുപോലെ തന്നെ അൽ കിതാബ് എന്ന് പേരിടാനുള്ള കാരണം, അത് രണ്ടും വിശദീകരിച്ചു. അൽ കിതാബ് എന്ന് പറയുന്നത് ബിമഅന അൽ മക്തൂബ്, എഴുതപ്പെട്ടത്, രേഖപ്പെടുത്തപ്പെട്ടത്, ഉല്ലേഖനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഖുർആൻ എവിടെയാണ് രേഖപ്പെട്ട് കിടപ്പുള്ളത്, എവിടെയാണ് അത് ഉല്ലേഖനം ചെയ്തിട്ടുള്ളത്? അത് ഖുർആനിൽ നിന്ന് തന്നെ. അതിനുള്ള തെളിവ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, രണ്ടാമത്തേത് മലക്കുകളുടെ കൈവശമുള്ള ഏടുകളിൽ, മൂന്നാമത്തേത് നമുക്ക് ഇറക്കി തന്നിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും ഏടുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതാണ്. റസൂലുള്ളാഹിക്ക് വഹ്യ് രേഖപ്പെടുത്താൻ പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കാണ് കതബത്തുൽ വഹ്യ്, വഹ്യ് രേഖപ്പെടുത്തുന്ന ആളുകൾ എന്ന് പറയാറുള്ളത്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്ദാഅ് അല്ല, റസൂലുള്ളാഹിന്റെ ഒരു ആവിഷ്കരണമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഒരു രചനയോ അല്ല. ഇത് തൻസീലാണ്, മുനസ്സലാണ്. ഈ ഗ്രന്ഥം മുനസ്സലാണ്, തൻസീലുൽ കിതാബ്. അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൻസീൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൊന്നും അല്ല അതിന്റെ ധ്വനികൾ ചെന്നെത്തുന്നത്. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, അവതരിച്ചു, വർഷിച്ചു എന്നൊക്കെയാണ് അതിന്റെ മലയാള പരിഭാഷ. അപ്പോ എന്തിറങ്ങി അല്ലെങ്കിൽ ആരിറങ്ങി, അത് ഫിഅലുൻ ലാസിം, ലൈസ ബിഫിഅലിൻ മുതഅദ്ദിൻ. അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്, ട്രാൻസിറ്റീവ് അല്ല. ആരിറങ്ങി എന്തിറങ്ങി എന്ന് പറയുന്നതോട് കൂടി വാചകം ക്ലോസ് ആയി. അതിനെ ഇറക്കി എന്ന് നമ്മൾ പറയേണ്ടി വരുന്ന സമയത്ത് അഫ്അല അല്ലെങ്കിൽ ഫഅല എന്നീ വസ്നുകളിലേക്ക് മാറ്റും. സുലാസി മസീദ്, സുലാസി മസീദിന് ഒരുപാട് സീഗകളുണ്ട്. അതിൽ ഒരക്ഷരം ചേർത്ത് സുലാസി മസീദ് ഉണ്ടാക്കുന്നത് 3 രൂപത്തിലാണ്: അഫ്അല, ഫഅല, ഫഅല. ആദ്യത്തേതിൽ തുടക്കത്തിലൊരു ഹംസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്, അഫ്അല. രണ്ടാമത്തേതിൽ ഐനുൽ ഫിഅലിനെ തദ്ഈഫ് ചെയ്തു, മധ്യാക്ഷരത്തെ ഇരട്ടിപ്പിച്ചു, ഫഅല. അങ്ങനെ ചെയ്യാം. അപ്പൊ നസല എന്നുള്ളതിനെ അൻസല എന്നാക്കാം, അല്ലെങ്കിൽ നസ്സല എന്നാക്കാം. രണ്ടു പറഞ്ഞാലും ഇറക്കി, ഇറങ്ങി എന്നത് മാറിയിട്ട് ഇറക്കി എന്നായി. അപ്പൊ അതിന് ഫാഇലും വേണം, മഫ്ഊലും ബിഹിയും വേണം. ആര് ഇറക്കി, എന്ത് ഇറക്കി. അങ്ങനെ വരുമ്പോ അഫ്അല, ഉദാഹരണമായിട്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നസ്സല എന്നുള്ള ക്രിയ നമ്മൾ എടുത്തു നോക്കുക. നസ്സല, അവൻ ഒരുവൻ ഇറക്കി. യുനസ്സിലു, അത് അൽ ഫിഅലുൽ മുദാരി, അവൻ ഒരു പുരുഷൻ ഇറക്കി, ഇറക്കുന്നു അല്ലെങ്കിൽ ഇറക്കും. അത് 2 ടെൻസിലേക്കും ബാധകമാണ്, ഫ്യൂച്ചർ, പ്രസന്റ്, മുദാരി. അപ്പോ നസ്സല യുനസ്സിലു, അതിന്റെ മസ്ദർ ക്രിയാനാമം തൻസീൽ, ഇറക്കൽ, അവതരിപ്പിക്കൽ. അത് അവതരിപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പോ ആ സന്ദർഭത്തിൽ നസ്സല യുനസ്സിലു എന്ന് പറയുന്നതിൻ്റെതാണെങ്കിൽ ഇറക്കൽ ആർക്ക് ബാധകമായിരിക്കും? അത് ഫാഇലിലേക്കാണ് ചേരുക. ഇനി ഈ ക്രിയയെ നമ്മൾ അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, ഇപ്പൊ പറയുന്നത് അൽ മബ്നിയു ലിൽ അൽ മബ്നിയു ലിൽ മഅറൂഫ്, അൽ മബ്നിയു ലിൽ മഅറൂഫ്, മഅറൂഫായ ക്രിയയാണ്. മഅറൂഫായ ക്രിയ പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടിട്ടുള്ള രീതിയാണ്. ഇനി കർത്താവിനെ പറയാതെ കർമ്മണി പ്രയോഗം നടത്തുന്ന സന്ദർഭത്തിൽ നുസ്സില, ഇറക്കപ്പെട്ടു. യുനസ്സലു, ഇറക്കപ്പെടും, ഇറക്കപ്പെടുന്നു. തൻസീൽ, ഇറക്കപ്പെടൽ. അങ്ങനെ വരുമ്പോ ആ മസ്ദർ അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, നസ്സല യുനസ്സിലു തൻസീൽ, അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, പാസീവ് വോയിസിൽ നസ്സല യുനസ്സിലു എന്ന് പറയുന്നതിന്റെ മസ്ദർ വരുമ്പോ തൻസീൽ, ഇറക്കപ്പെടൽ. അപ്പൊ അതിന്റെ ബന്ധം ഇറക്കുന്ന ആളോടല്ല, ഫാഇലിനോടല്ല, ഇറക്കപ്പെട്ട വസ്തുവിനോടാണ്. അങ്ങനെ തൻസീൽ എന്ന് പറയുന്നതിന് മുനസ്സിൽ, മുനസ്സൽ, പെടുന്നവൻ, ഇറക്കപ്പെട്ടത്, ഇറക്കുന്നത്, ഇറക്കൽ, അവതരിപ്പിക്കൽ എന്ന് പറയുന്നത് ഫാഇലിലേക്ക് ചേർത്തിട്ട് അതിന് അർത്ഥം പറയാം, അല്ലെങ്കിൽ അതിനെ മഫ്ഊലിലേക്ക് ചേർത്തിട്ടും അർത്ഥം പറയാം. ഇവിടെ അപ്പൊ തൻസീൽ എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് ചേർത്തിട്ടാണ് ഇവിടെ അർത്ഥം പറയാം. അപ്പൊ മുനസ്സൽ, അത് ഇറക്കപ്പെടുന്നവനാണ് എന്നല്ല, ഇറക്കപ്പെടുന്ന വസ്തുവാണ്. അപ്പൊ ഇതൊരു, അതിന്റെ ബന്ധം, ഈ തൻസീൽ എന്ന് പറയുന്ന ഈ മസ്ദറിന്റെ ബന്ധം ബിൽ ഫിഅലി അൽ മബ്നിയി ലിൽ മജ്ഹൂൽ, അൽ ഫിഅലുൽ മബ്നിയു ലിൽ മജ്ഹൂൽ, പാസീവ് വോയിസ് ആയിട്ടുള്ള നുസ്സില യുനസ്സലു എന്ന് പറയുന്നതുമായിട്ടാണ് അതിന്റെ ബന്ധം. അപ്പോ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടതാണ്. ഖുർആൻ കലാമുല്ലാഹി മുനസ്സൽ എന്ന് നമ്മൾ പറയുന്ന ആ അർത്ഥത്തിലേക്കാണ് അത് പോകുക. തൻസീലുൽ കിതാബ് അത് എവിടെ നിന്ന് വന്നതാണ്? മിനല്ലാഹ്. അതിൽ അള്ളാഹ് എന്നുള്ള വാക്ക് അത് ജാമിദാണ്, മുസ്തഖാണ്? മുസ്തഖാണ് എന്നതാണ് മുഹഖഖീങ്ങളുടെ ഖൗല്. ഏതിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്? അലിഹ എന്നുള്ളതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്.
അതിന്റെ മഅന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ പറഞ്ഞു, മൻ ലഹു അൽ ഉലൂഹിയ്യത്തു വൽ ഉബൂദിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മുഴുവൻ സൃഷ്ടികളുടെ മേലും ഉബൂദിയ്യത്തും ഉലൂഹിയ്യത്തും അവകാശമുള്ളവൻ ആരാണോ അവനാണ്. മുഴു സൃഷ്ടികളും അവന് അടിമകളായി വണങ്ങാൻ തരപ്പെട്ടിട്ടുള്ളവൻ. മുഴു സൃഷ്ടികളും ഇബാദത്ത് നൽകാൻ യാതൊരുത്തനു മാത്രം ഇബാദത്ത് ചെയ്യേണ്ടി വരുമോ അവനാണ്. മുഴു സൃഷ്ടികളും ഏതൊരുവന് അടിമയായി വണങ്ങേണ്ടി വരുന്നുവോ അവനാണ്. അതാണ് അതിന്റെ അർത്ഥം വരിക. അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ആഴ്ച. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പിന്നെ അസീസ്, ഇസ്സത്ത്, അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹക്കീം, അത് രണ്ടിന്റെയും അർത്ഥം പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക. ഇസ്സത്ത്, അസീസ് എന്ന് പറയുമ്പോ അതിൽ ഗലബത്തിന്റെ അർത്ഥം വരും, അതിൽ ഖുവ്വത്തിന്റെ അർത്ഥം വരും, അതിൽ മത്താനത്തിന്റെ അർത്ഥം വരും. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് അതിൽ വരിക. അപ്പോ നമ്മൾ അതിജയിക്കുന്നവൻ, ഇസ്സത്തുള്ളവൻ, പ്രതാപമുള്ളവൻ, അതിജയിക്കുന്നവൻ. പിന്നെ അതുപോലെ തന്നെ ഹക്കീം എന്ന് പറയുന്നതിന് ഹുക്കുമുമായിട്ടും ബന്ധമുണ്ട്, ഹിക്മത്തുമായിട്ടും ബന്ധമുണ്ട്. ഹുക്കുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അവനാണ് മുഴു സൃഷ്ടികളുടെ മേലുമുള്ള ആത്യന്തികമായ അധികാരം, അധീശത്വമുള്ളവൻ. അവനാണ് ഹുക്കുമ്. അവന് ഹിക്മത്തുള്ളവനാന്ന് പറഞ്ഞാൽ ഫി അഖ്വാലിഹി വ അഫ്ആലിഹി, അവന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഹിക്മത്തുണ്ടാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തുലായ നിലക്ക് ചെയ്യുന്നവനല്ല, സ്വോദ്ദേശപരം ചെയ്യുന്നവനാണ്. ലാലിഷെയ്യൻ, ഒന്നിനുമല്ലാതെ ചെയ്യുന്നവനല്ല, മറിച്ച് അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, മഖാസിദ്, ഉന്നതമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അവൻ ഹിക്മത്തോടു കൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഹിക്മത്തോടു കൂടി ചെയ്യുന്ന കാര്യം തീർത്തും നീതിയുക്തമായിരിക്കണം, തീർത്തും വൈകല്യങ്ങളിൽ നിന്ന് മുക്തം, ഒരു തരത്തിലുള്ള ന്യൂനത ഉണ്ടാവരുത്. അങ്ങനെയുള്ള അപ്പൊ ഹക്കീം എന്നൊരു വാക്ക് അറബി പറയുമ്പോ നമുക്കത് മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ഒറ്റ വാക്കിലത് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമേ അല്ല. പരിഭാഷയുടെ പ്രശ്നം അതാണ്. ഈ ആയത്ത് അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് ഉള്ള തൻസീലാണ്, മുനസ്സലും മിനല്ലാഹ്. ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവതരണം എന്നുള്ളത്, അതിന്റെ തൻസീൽ, അത് ഇറക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നാണ്. അവൻ അസീസായിട്ടുള്ളവൻ, അവൻ ഹക്കീമായിട്ടുള്ളവൻ. അവന് ഹക്കീം എന്നുള്ള പേരുണ്ട്, അവന് അസീസ് എന്നുള്ള പേരുണ്ട്. അസീസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ, ആ ഇസ്മിൽ ഉൾക്കൊള്ളുന്നതായ വസ്ഫ് എന്തെന്ന് ചോദിച്ചാൽ ഇസ്സത്താണ്. ഇസ്സത്തിന്റെ വായന നമ്മൾ പറഞ്ഞു. ഹക്കീം അള്ളാഹുവിന്റെ പേരുണ്ട്. ഹക്കീം എന്ന പേരിൽ ഉൾക്കൊള്ളുന്ന സിഫത്ത്, ഗുണവിശേഷം എന്തെന്ന് ചോദിച്ചാൽ അൽ ഹുക്മു വൽ ഹിക്മത്തു. അപ്പൊ ഹുക്മും ഹിക്മത്തുമുള്ളവനായ അള്ളാഹു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമാം അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ള അതിന്റെ വ്യാഖ്യാനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചത്. ഞാൻ ആ പാരഗ്രാഫ് ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫ്, ഫൽ ഖുർആനു നാസിലുൻ വൽഫാഉ ഹുനാ ലിത്തഫരീഉ. ഫൽ ഖുർആൻ, അതിനാൽ ഖുർആൻ, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അതിന്റെ ഫർആയിട്ട്, മുകളിൽ പറഞ്ഞ അസ്ല്, ആ അടിസ്ഥാന തത്വം മുന്നിൽ വെച്ചാൽ അതിൽ നിന്ന് ഫർആയിട്ട് വന്നു ചേരുന്ന കാര്യം അത് അത്ഫിനുള്ളതാണ്. അവിടെ അത്ഫ്, ഈ ഹർഫു അത്ഫിന്റെ മാന തഫ്രീഇന്റെ മാനയാണ്. മുകളിൽ പറഞ്ഞ അസ്ലിൽ നിന്ന് ഫർആയിട്ട്, അതിന്റെ ശാഖയായിട്ട് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഖുർആൻ എന്നുള്ളത് നാസിലുൻ, അത് അവതരിച്ചിട്ടുള്ളതാണ്, ഇറങ്ങിയിട്ടുള്ളതാണ്. മിമ്മൻ, ഒരുത്തനിൽ നിന്നാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഹാദാ വസ്ഫുഹു, ആ ഒരുത്തനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് ഇതാണെന്ന് പറഞ്ഞാൽ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വസ്ഫുഹു വൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ് വദാലിക ലിഅളമതിഹി വകമാലിഹി والعزة التي قهر بها كل مخلوق وذلله كل شيء والحكمة في خلقه وأمره. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു വസ്ഫ്. മുഴുവൻ സൃഷ്ടികളുടെയും ഉലൂഹിയത്ത്, അവരുടെ ഇബാദത്ത്, അവർ ആരാധ്യത വകവെച്ചു കൊടുക്കേണ്ടത്, എന്നിട്ട് ഇബാദത്ത് ചെയ്യേണ്ടത് അത് അള്ളാഹുവിന് മാത്രമാണ്.
അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവന് മാത്രം ആരാധ്യത വകവെച്ചു കൊടുക്കണമെന്ന് പറയാൻ കാരണം ലി അളമത്തിഹി വ കമാലിഹി, അവന്റെ മഹത്വവും അവന്റെ പൂർണ്ണതയും മുൻനിർത്തിയിട്ടാണ്. വൽ ഇസ്സ, അള്ളാഹുവിനുള്ള അടുത്ത വസ്ഫ് ഇസ്സത്താണ്. അൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ് വൽ ഇസ്സ, പിന്നെ ഉള്ളത് ഇസ്സത്താണ്. ആ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അൽ ഗലബ വൽ ഖുവ്വ വൽ ഇത്തിഖാൻ, അവൻ അതിജയിക്കുന്നവനാണ്, അവൻ ശക്തിയുള്ളവനാണ്, അവൻ ഇത്തിഖാനുള്ളവനാണ്, മത്താനത്തുള്ളവനാണ്. അപ്പോ അല്ലത്തി ഖഹറ ബിഹ, ആ ഇസ്സത്ത് കൊണ്ട്, ആ ഗലബത്തും ഖുവ്വത്ത് കൊണ്ടുമാണ് ഖഹറ ബിഹ, അതുകൊണ്ടാണ് അവൻ കീഴ്പ്പെടുത്തിയത്, അവന്റെ അധീശത്വം ഉറപ്പിച്ചത്. കുല്ല മഖ്ലൂഖിൻ, മുഴുവൻ സൃഷ്ടികളെയും കീഴ്പ്പെടുത്തി അവരുടെ മേൽ അധീശത്വം ഉറപ്പിച്ചത് ആ ഇസ്സത്ത് കൊണ്ടാണ്. ആ ഇസ്സത്ത് ഉള്ളതിനാലാണ് ദല്ലലഹു കുല്ലു ഷൈ, മുഴുവൻ വസ്തുക്കളും അവന് കീഴ്പ്പെട്ട് വണങ്ങിയത്. അതുപോലെ തന്നെ അവനുള്ള വസ്ഫിൽപ്പെട്ടതാണ് അൽ ഹിക്മത്തു. അപ്പൊ ഇവിടെ നിങ്ങൾ 3 വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ഒന്നാമത്തെ വസ്ഫ് അൽ ഉലൂഹിയ്യത്തു, ഒന്നാമത്തെ വസ്ഫ് ഉലൂഹിയ്യത്താണ്. വസ്ഫുഹു അൽ ഉലൂഹിയ്യത്തു അല്ലദീ വസ്ഫുഹു അൽ ഉലൂഹിയ്യത്തു. ആ ഉലൂഹിയ്യത്തുമിലേക്ക് അത്ഫ് ചെയ്തിരിക്കുകയാണ് വൽ ഇസ്സത്തു, ഇസ്സത്തും അള്ളാഹ്ക്കുള്ളതാണ്. അല്ലത്തി ഖഹറ ബിഹാ കുല്ല മഖ്ലൂഖ് വദല്ലലഹു കുല്ലു ഷൈ വൽ ഹിക്മത്തു, അതുപോലെ തന്നെ ഈ ഹിക്മത്തും അള്ളാഹ്ക്കുള്ളതാണ്. ഇത് 3 അള്ളാഹിന്റെ വസ്ഫുകളാണ്. അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് മൻ ലഹുൽ ഉലൂഹിയ്യ വമൻ ലഹു അൽ ഇസ്സ വമൻ ലഹു അൽ ഹിക്മ. ഉലൂഹിയ്യത്ത് അവനുള്ളതാണ്. ആരാധ്യത, ആരാധ്യത വകവെച്ചു കൊടുക്കണം? മുഴുവൻ സൃഷ്ടികളും. ആര് ആരാധന ചെയ്യണം? അള്ളാഹ്ക്ക് മാത്രമായി മുഴുവൻ സൃഷ്ടികളും. പിന്നെ അള്ളാഹ്ക്കുള്ള വസ്ഫ് എന്താണ്? അൽ ഇസ്സത്താണ്. ആ ഇസ്സത്തിന്റെ മാനിഫെസ്റ്റേഷൻ എന്താണ്? അതിന്റെ പ്രതിഫലനം എന്താണ്? അതിന്റെ പ്രതിഫലനം മുഴുവൻ സൃഷ്ടികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മുഴുവൻ സൃഷ്ടികളുടെ മേലും അവന്റെ അധീശത്വം അവൻ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത വസ്ഫ് എന്താണ്? അൽ ഹിക്മ, ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറയുന്നത് ഒന്ന് സ്വോദ്ദേശപരമായിരിക്കുക, 2 ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കുക, ഓരോ കാര്യം ചെയ്യേണ്ടത് വെക്കേണ്ടത് അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അതിന്റെ ശരിയായ സ്ഥാനത്ത് വെക്കുന്നതാണ്. ആ ഹിക്മത്ത് ഏതിലെല്ലാം പ്രകടമാണ്? ഫീ ഖൽഖിഹി വ അംരിഹി, അവന്റെ ഹൽക്കിലും അവന്റെ അമ്രിലും കാണാൻ പറ്റും. ഖുർആൻ അള്ളാഹിന്റെ അമ്രിൽപ്പെട്ടതാണ്. ഖുർആൻ ആദ്യം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അത് സ്വോദ്ദേശപരമാണ്. മാത്രമല്ല അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവന്റെ അമ്രുകൾ എല്ലാം തന്നെ ഒരു ന്യൂനതയും ഇല്ലാത്തതാണ്. കൃത്യം അതിന്റെ ശരിയായ രൂപത്തിലുള്ള കാര്യമാണ്. അപ്പൊ അള്ളാന്റെ വസ്ഫ് എന്താണ്? അൽ ഉലൂഹിയ്യത്തു വൽ ഇസ്സത്തു വൽ ഹിക്മ. ഉലൂഹിയ്യത്ത് ആർക്കാണ് ബാധകമാകുന്നത്? ഖൽഖിന്. അത് എന്തുകൊണ്ടാണ് അവന് ഉലൂഹിയ്യത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് അളമത്തിഹി വ കമാലി. പിന്നെ അള്ളാന്റെ വസ്ഫ് എന്താണ്? ഇസ്സത്താണ്. ആ ഇസ്സത്തിന്റെ പ്രതിഫലനം എന്താണ്? ഖഹറ ബിഹാ കുല്ല മഖ്ലൂഖ് വദല്ലലഹു കുല്ലു ഷൈ. പിന്നെ അവന്റെ വസ്ഫ് എന്താണ്? വൽ വസ്ഫു സാലിസു ലില്ലാഹി അൽ ഹിക്മ. ഏതിലെല്ലാം ആ ഹിക്മത്ത് പ്രകടമാണ്? ഫീ ഖൽഖിഹി വ അംരിഹി, അവന്റെ ഖൽഖിലും അവന്റെ അമ്രിലും. അവന്റെ ക്രിയേഷനിൽ കാണാം, അമ്ർ അവന്റെ ഉത്തരവിൽ അവന്റെ കൽപ്പനകളിൽ കാണാം. അതിനാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വസ്ഫുകൾ അത് മുൻനിർത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഖുർആൻ നാസിലുൻ, ഇറങ്ങിയിട്ടുള്ളത് മിമ്മൻ, ഒരുത്തനിൽ നിന്നാണ്. ഹാദാ വസ്ഫു, അവന്റെ വസ്ഫ് ഇതാണ്. യാതൊരുവനിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയത്. അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് അൽ ഉലൂഹിയ്യത്തു വൽ ഇസ്സത്തു വൽ ഹിക്മ. വൽ കലാമു വസ്ഫുൻ ലിൽ മുതകല്ലിം. അതുപോലെ തന്നെ അൽ കലാമു, ഇത് അള്ളാഹുവിന്റെ കലാമാണല്ലോ. ആ കലാമ് വസ്ഫുൻ, അത് ഒരു ഗുണവിശേഷമാണ്. ഗുണവിശേഷമാണ്, വിശേഷണം എന്ന് പറയണ്ട. അതൊരു വിശേഷണമാണ് എന്ന് പറയുന്നിടത്ത് എണ്ണ ചേർക്കാം. അതാണ് മലയാളത്തിലെ ഏറ്റവും നല്ല പ്രയോഗം. മറിച്ച് നമ്മൾ പറയുന്നത് ഒരു മഹസൂസായ വസ്തു അല്ല, ഒരു മഅനവിയായ കാര്യമാണ്, ആശയപരമായ ഒരു കാര്യമാണ്. അതിന് നമുക്ക് മലയാളത്തിൽ പറയേണ്ടി വരുമ്പോൾ അതൊരു ഗുണമാണ്, അതൊരു ക്വാളിറ്റിയാണ്, അത് ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മലയാളം പറയാ ഗുണം എന്നാണ്.
ആ ഗുണം എന്ന് പറയുമ്പോൾ ചിലപ്പോ ഗുണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് പൂർണ്ണമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ മലയാളത്തിൽ ചേർത്ത് പറയും ഗുണവിശേഷം. അപ്പൊ ചിലപ്പോ ഓഡിയൻസിൽ ചില ആളുകൾ മലയാളത്തിൽ നല്ല ധാരണ ഉള്ളവരുണ്ടാകും, അവർക്കത് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ധാരണ ഇല്ലെങ്കിൽ അത് ഗുണവിശേഷണം എന്ന് പറയണ്ടേ മൗലവി എന്ന് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. വിശേഷണം വേണ്ട. വിശേഷണം എന്നുള്ളത് അത് ആ വാക്ക് മാത്രം പറയുമ്പോഴാണ് ണം എന്ന് പറയേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഗുണവിശേഷം. അപ്പോ ഖുർആൻ നാസിലും മിമ്മൻ ഹാദാ വസ്ഫുഹു അത് പറഞ്ഞിട്ട് വൽ കലാമു വചനം എന്ന് പറയുന്നത് വസ്ഫുൻ അത് ഒരു ഗുണവിശേഷമാണ്, ഒരു വിശേഷണമാണ്, ഒരു ഗുണമാണ്. അത് ഗുണമാണ് എന്ന് പറയാം, ഗുണവിശേഷമാണ് എന്ന് പറയാം, വിശേഷണമാണ് എന്ന് പറയാം. ഏതാണോ കേൾക്കുന്ന ഒരാൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാകാൻ പറ്റുന്ന വാക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ പറയും. ചിലപ്പോൾ മാറ്റി മാറ്റി പറയും. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു വസ്ഫാണ്, അതുപോലെ സിഫത്താണ്, ഒരു ഗുണമാണ്, ഒരു ഗുണവിശേഷമാണ്, ഒരു വിശേഷണമാണ്. ആരുടെ വിശേഷണം? ആർക്കുള്ള ഗുണവിശേഷം? ലിൽ മുത്തക്കല്ലിം, വജിക്കുന്ന. കലാമ് വജിക്കുന്ന. ഇവിടെ കലാം ആരാണ് വജിക്കുന്നത്? ആരാണ് ഇത് സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു മുത്തക്കല്ലിമാണ്. അള്ളാഹു അശ്വരികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി സമീഉൽ ബസീർ വൽ മുതകല്ലിമു. സമീഉൽ ബസീർ വൽ മുതകല്ലിമു. അല്ലാഹു സമീആണ്, ബസീറാണ്, മുതകല്ലിമാണ്. അള്ളാഹു വചിക്കുന്നവനാണ്. അപ്പൊ കലാം എന്ന് പറയുന്നത് മുത്തക്കല്ലിമായ ആരാണ്? മുത്തക്കല്ലിമ. മുത്തക്കല്ലിമിനുള്ള ഒരു ഗുണമാണ്, ഒരു ഗുണവിശേഷമാണ്, ഒരു വിശേഷണമാണ് ഇത്. വൽ വസ്ഫു എപ്പോഴും ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ഗുണവിശേഷം അല്ലെങ്കിൽ ഒരു വിശേഷണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്ന ആ ഗുണവിശേഷം യത്ബഉൽ മൗസൂഫ്, അത് മൗസൂഫിനെ പിന്തുടരുന്നതാണ്. ആർക്കാണോ വിശേഷണം ചാർത്തുന്നത് അവനെ പിന്തുടരുന്നതാണ് ആ വിശേഷണം. ഇവിടെ ആർക്കാണ് നമ്മൾ ഈ ഗുണവിശേഷം ചാർത്തുന്നത്? അള്ളാഹുവിനാണ്. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കലാമം. അപ്പൊ ആ ഗുണവിശേഷം ആ യത്ബഉ അത് പിന്തുടരുന്നു അൽ മൗസൂഫ്, ആ ഗുണവിശേഷം ചേർത്തിട്ടുള്ള ആ ഗുണവിശേഷം ഉള്ളവനെ. ഫകമാ അന്നല്ലാഹ തആല ഹുവൽ കാമിലു മിൻ കുല്ലി വജ്ഹ്. ഫകമാ അന്നല്ലാഹ തആല ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ കാമിലു അവനാണ് പൂർണ്ണൻ, എല്ലാ പൂർണ്ണതകളുടെ ഗുണവിശേഷങ്ങളും ഉള്ളവൻ. പൂർണ്ണതയുടെ കമാലിന്റെ വസ്ഫുകൾ സിഫത്തുകൾ മുഴുവനും ഉള്ളവൻ അള്ളാഹുവാണ്. അത് മിൻ കുല്ലി വജ്ഹിൻ എല്ലാ രൂപത്തിലും, കുല്ലി വജ്ഹ് എല്ലാ രൂപത്തിലും, എല്ലാ മാർഗത്തിലും. നമ്മൾ ഗുണവിശേഷത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഗുണവിശേഷത്തിന്റെ എല്ലാ തലങ്ങളിലൂടെ, എല്ലാ മുഖങ്ങളിലൂടെയും നമ്മൾ അതിനെ പരിശോധിച്ചാൽ പൂർണ്ണതയുടെ ഗുണവിശേഷം അവനുള്ളതാണ്. അവൻ അള്ളാഹ് എന്ന് പറഞ്ഞ കാമിലാണ്. അതുകൊണ്ട് തന്നെ അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ളവനാണ്, സമ്പൂർണനാണ്. മിൻ കുല്ലി വജ്ഹിൻ എല്ലാ മാർഗത്തിലൂടെയും. അല്ലദീ ലാ മസീല ലഹു അവന് ഒരു മസീലില്ല. അല്ലദീ അവൻ യാതൊരുവനാണ്. അത് അള്ളാഹിനെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിട്ടുള്ള അൽ ഇസ്മുൽ മൗസൂൽ. ഇസ്മുൽ മൗസൂൽ വന്നാൽ അതിന് സിലത്തുൽ മൗസൂൽ വേണം. സിലത്തുൽ മൗസൂൽ പറയുന്നു ലാ മസീല ലഹു അവന് മസീലില്ല. മസീൽ എന്ന് പറഞ്ഞാൽ സമശീർഷനായിട്ടുള്ളവൻ, തത്തുല്യനായിട്ടുള്ളവൻ, ഈക്വലന്റ് ആയിട്ടുള്ളവൻ. അള്ളാഹ്ക്ക് ഈക്വലന്റ് ആയിട്ട് വേറൊരുത്തനുമില്ല. അത് ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞ സൂറത്തു ശൂറയിൽ ലൈസ കമിസ്ലിഹി ശൈ ഫകദാലിക കലാമുഹു. അപ്പൊ സിഫത്തുകൾ മൗസൂഫിനെ പിന്തുടരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാമിലാണ് മിൻ കുല്ലി വജ്ഹിൻ. അവന് ലാ മസീല ലഹു അവന് സമശീർഷനായി, തുല്യനായി, ഈക്വലന്റ് ആയിട്ട് ഒരുവനുമേ ഇല്ല. ഫകദാലിക കലാമുഹു അപ്രകാരം തന്നെ നമ്മൾ അവന്റെ ഓരോ വസ്ഫിനെ കുറിച്ചും പറയേണ്ടി വരും. അതിനാൽ നമുക്ക് ഈ വസ്ഫിന്റെ കാര്യത്തിൽ കലാം എന്ന് പറയുന്ന ഗുണത്തിന്റെ, കലാം എന്ന് പറയുന്ന വിശേഷണത്തിന്റെ, കലാം എന്ന് പറയുന്ന ഗുണവിശേഷത്തിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. കലാമുഹു അള്ളാഹുവിന്റെ വചനം കാമിലുൻ അത് സമ്പൂർണമാണ്, പെർഫെക്റ്റ് ആണ്. മിൻ കുല്ലി വജ്ഹ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഖുർആൻ അള്ളാന്റെ കലാമാണെങ്കിൽ ആ കലാമ് അതിന് കമാലുണ്ട്, പെർഫെക്ഷൻ ഉണ്ട്,
പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത മിൻ കുല്ലി വജ്ഹിൻ, ഏതെങ്കിലും ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു ആംഗിളിൽ അത് പെർഫെക്റ്റ് ആണ്, മറ്റൊരു ആംഗിളിൽ അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വരില്ല. എല്ലാ ആംഗിളിലും, എല്ലാ മുഖത്തിലൂടെയും, എല്ലാ ഭാഗത്തിലൂടെയും അതിനെ നമുക്ക് സമ്പൂർണ്ണം എന്ന് പറയാം. ലാ മസീല ലഹു, ആ ഖുർആനിന് ഒരു മസീൽ ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് മസീൽ ഉണ്ടാകാത്തത് പോലെ അള്ളാഹുവിന്റെ ഗുണവിശേഷമായിട്ടുള്ള കലാം അഥവാ ഖുർആൻ, ആ ഖുർആന് അത് ലാ മസീല ലഹു, അതിനൊരു തത്തുല്യമായ, അതിന് സമശീർഷമായി വെക്കാവുന്ന, അതിനൊപ്പം വെക്കാവുന്ന ഒന്നും ഉണ്ടാവില്ല. ഫഹാദ വഹ്ദഹു കാഫിൻ ഫി വസ്ഫിൽ ഖുർആൻ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം വഹ്ദഹു, അത് മാത്രം മതി. കാഫിൻ, അത് മാത്രം, കാഫിൻ മതിയായതാണ്. ഫി വസ്ഫിൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ. ഖുർആൻ എന്താണ്, ഖുർആനിന്റെ പ്രത്യേകത എന്താണ്, അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് വർണ്ണിച്ചു തരാൻ പറഞ്ഞാൽ, ഖുർആനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതുകയാണെങ്കിൽ അതിന് പറയാനുള്ള കാര്യം ഇത് മാത്രം പറഞ്ഞാൽ മതി. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വസ്ഫുൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു വസ്ഫാണ്. ഏത് വസ്ഫാണത്? കലാം എന്നുള്ള വസ്ഫാണ്. അള്ളാഹു കാമിൽ മിൻ കുല്ലി വജ്ഹ് ലാ മസീല ലഹു, എങ്കിൽ എല്ലാ സിഫാത്തുകളും യത്ബഉൽ മൗസൂഫ്, മൗസൂഫിനെ ഫോളോ ചെയ്യുന്നു. അവന്റെ ഒരു സിഫത്തിനും അതുപോലെ തുല്യത പറയാവുന്ന, അടുത്തു വെക്കാവുന്ന ഒന്നും ഉണ്ടാവില്ല. അത് കാമിലായിരിക്കും. ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, എവിടെയെങ്കിലും ഒരു കുറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ട് 1 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ വാക്കുകളെ ശരിക്കും ഇങ്ങനെ എത്ര ഞാനാവട്ടെ നിങ്ങളും ആവട്ടെ നമ്മൾ ഒരുമിച്ച് എത്ര ശ്രദ്ധിച്ചാലും അതൊരു പൂർണ്ണമായി വൈരുദ്ധ്യല്ലാതെ ഒരു പെർഫെക്റ്റ് ആയ ഒരു ക്ലാസ് 1 മണിക്കൂർ എടുക്കാൻ എനിക്ക് കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് തമ്മിലുണ്ടാവും. അത് മനുഷ്യൻ അല്ലാഹ് പറഞ്ഞതാണ്. കാരണം മനുഷ്യൻ അല്ലാഹ് കമാല് വകവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കലാമിന്, മനുഷ്യന്റെ വചനത്തിനും കമാൽ അവകാശപ്പെടാനില്ല. ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും അതിന്റെ ഒരു ഭാഗവും അതിന്റെ മറ്റൊരു ഭാഗവും തമ്മിൽ ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ ചെറിയൊരു വൈരുദ്ധ്യം ഉണ്ടാകും, അത് ഉറപ്പാണ്. ചെറിയൊരു പൊരുത്തക്കേട് ഉണ്ടാകും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അത് മറ്റതുമായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അതിനെ ഖൈറു മുഹമ്മദിന്റെ അടുത്ത് പോകാനേ പറ്റൂ. അല്ലാണ്ട് അള്ളാന്റെ വചനം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ നമുക്ക് കമാലുണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ധ്വനികളിൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ പറയുന്നതിന് പ്രാഥമികമായ ഒരു തലം, അർത്ഥതലം അതിലുണ്ട്. പ്രാഥമികമായ ഒരു അർത്ഥതലം, പിന്നെ ദ്വിതീയമായ സെക്കൻഡറി ആയിട്ടുള്ള ഒരു അർത്ഥതലം വേറെ ഉണ്ട്. പിന്നെ അതിന് തൃതീയമായിട്ടുള്ള അതിന്റെ ഒരു മൂന്നാമത്തെ ലെയർ വേറെ ഉണ്ട്. പിന്നെ ലെയറുകളിലേക്ക് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ധ്വനികൾ, അത് വേറെയും വാക്കുകൾ വരുത്തി തീർക്കും. ഈ ധ്വനികളല്ലെങ്കിൽ, അതുപോലെ തന്നെ ദ്വിതീയമോ തൃതീയമോ ആയിട്ടുള്ള പ്രൈമറി അല്ലാത്ത അർത്ഥതലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ വാക്കുകൾ ധ്വനിപ്പിക്കും. അത് പരസ്പരം യോജിച്ചു വരിക എന്നുള്ളത് സാധ്യമല്ല. എവിടെയെങ്കിലും ഒന്നൊന്നിനോട് യോജിക്കാത്തത് ഉണ്ടാകും. അത് മനുഷ്യന്റെ കലാമിനുള്ള നഖ്സാണ്. എന്നാൽ അള്ളാന്റെ കലാമിൽ അങ്ങനെ ഒന്ന് കാണില്ല. പെർഫെക്റ്റ് ആയതുകൊണ്ട് അതിന്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥതലവും അതിന്റെ ദ്വിതീയമോ തൃതീയമോ ആയിട്ടുള്ള അർത്ഥതലങ്ങൾക്കിടയിലും എവിടെയും ഒരു പൊരുത്തക്കേട് കാണാൻ പറ്റൂല. അതിന്റെ സൂചനകൾ, അത് മഫ്ഹൂം മുവാഫിഖാണെങ്കിലും മഫ്ഹൂം മുവാഫഖയാണെങ്കിലും മഫ്ഹൂം മുഖാലഫയാണെങ്കിലും അത് ലുസൂമായിട്ടുള്ള കാര്യമാണെങ്കിലും എല്ലാ തരം ധ്വനികളും എല്ലാ തരത്തിലുള്ള ഉക്തികളും അത് പരസ്പരം ഒത്തൊരുമിച്ച് പോകുന്ന, സമഞ്ജസമായി സമ്മേളിച്ച് കിടക്കുന്ന, അത് ഒന്നൊന്നിനോട് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അള്ളാന്റെ കലാമിൽ അതിന്റെ മഫ്ഹൂം മുവാഫഖ എങ്ങനെ തെളിവാകും അതുപോലെ മഫ്ഹൂം മുഖാലഫ തെളിവാകും. എന്നാൽ മനുഷ്യന്മാർക്ക് തെളിവാവില്ല. കാരണം മനുഷ്യന്മാർ ഉദ്ദേശിച്ചതല്ല വന്നു ചേർന്നിട്ടുണ്ടാവുക. അള്ളാന്റെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ മഫ്ഹൂം മുവാഫഖ തെളിവാകുന്നത് പോലെ ഖുർആനിൽ നിന്ന് കിട്ടുന്ന മഫ്ഹൂം മുഖാലഫകളും തെളിവ് തന്നെയാണ്. അത് അതിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. അപ്പൊ ഖുർആനെ പറ്റി പറയുമ്പോ ഹാദാ വഹ്ദഹു കാഫിൻ ഫീ വസ്ഫിൽ ഖുർആൻ, ഖുർആനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. ദാലുൻ ഹാദാ വഹ്ദഹു കാഫിൻ, ഹാദാ കാഫിൻ, ഹാദാ മുബ്തദ, കാഫിൻ അതിന്റെ ഖബറാണ്.
പിന്നെ അതിന്റെ തന്നെ അൽ ഖബറുസ്ഥാനിയാണ് ദാലുൻ. ഇത് മാത്രം മതി ദാലുൻ അറിയിക്കുന്നതായിട്ട്. എന്തറിയിക്കുന്നതായിട്ട്? അലാ മർത്തബത്തിഹി, ഖുർആനിന്റെ ഗ്രേഡ് ഏത് ലെവലാണത്, എന്ത് ഗ്രേഡാണ് അതിനുള്ളത് എന്നറിയിക്കാൻ ഈ ഒരൊറ്റ കാര്യം മതി. ഖുർആനു നാസിലുൻ മിമ്മൻ ഹാദാ വസ്ഫ്. അവന്റെ വസ്തു നമ്മൾ മുകളിൽ പറഞ്ഞു 3 അത് ഞാനവിടെ നീലയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വൽ കലാമു വസ്ഫുൽ മുത്തക്കല്ലിം. കലാം എന്ന് പറയുന്നത് ഒരു ഗുണമാണ്, വിശേഷണമാണ്, ഗുണവിശേഷമാണ്. ആരുടെ? മുത്തക്കല്ലിമിന്റെ, വചിക്കുന്നവന്റെ. എല്ലാ വസ്ഫുകളും മൗസൂഫിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഏതൊരു ഗുണവിശേഷവും ആ ഗുണവിശേഷം ആരുടേതായിട്ടാണോ പറഞ്ഞിട്ടുള്ളത് അവനെ പിന്തുടരും. ഫക്കമാ അന്നല്ലാഹ തആല അൽ കാമിൽ. അള്ളാന്റെ കാര്യം നമുക്കറിയാം, അവൻ കാമിലാണ്. കുല്ലി വച്ച് അവന്റെ പെർഫെക്ഷൻ, അവന്റെ പൂർണ്ണത എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലുള്ളതാണ്. അല്ലദീ ലാ മസീല ലഹു, അതിന് സമം വെക്കാൻ മറ്റൊന്നില്ല. ഫക്കദാലിക കലാമു. അപ്പൊ അള്ളാഹ് അങ്ങനെയാകുമ്പോൾ അവന്റെ വസ്ഫും അങ്ങനെയാകും. അതുപോലെ തന്നെയാണ് കലാമുഹു, അവന്റെ വസ്ഫായിട്ടുള്ള കലാമിന്റെ കാര്യവും. അത് കാമിലും മിൻ കുല്ലി വജ്ഹ്, എല്ലാ അർത്ഥത്തിലും തലത്തിലും അത് പെർഫെക്റ്റ് ആണ്, സമ്പൂർണമാണ്. ലാ മസീല ലഹു, അതിനൊപ്പം വെക്കാവുന്ന തുല്യമാണ് എന്ന് പറയാവുന്ന ഒന്നില്ല. അതുകൊണ്ടല്ലേ അള്ളാഹ് വെല്ലുവിളിച്ചത്, ഇതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരി, അല്ലെങ്കിൽ ജിന്നാളെയും കൂട്ടിക്കോളി, അല്ലെങ്കിൽ രണ്ടുകൂട്ടരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കോളി. നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ഒരു ഖുർആൻ കൊണ്ടല്ല, 10 അധ്യായം കൊണ്ടാൽ മതി. ഇനി 10ഉം കഴിയില്ലെങ്കിൽ 1 അധ്യായം കൊണ്ടെന്നാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അത് സാധിക്കില്ല. അത് നിങ്ങളും നിങ്ങളെപ്പോലെ മറ്റൊരു സൃഷ്ടിവർഗമായിട്ടുള്ള ജിന്നുകളും സംയുക്തമായി ശ്രമിച്ചാൽ പോലും സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് ഇത് മാത്രം മതി. അത് അള്ളാന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ വസ്ഫാണ്. വസ്ഫുകൾ എപ്പോഴും മൗസൂഫിനെ പിന്തുടരുന്നതാണ്. അള്ളാഹു കാമിലാകയാൽ അവന്റെ എല്ലാ വസ്ഫുകളും കാമിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ കലാമും കാമിലായിരിക്കും. അത് ഖുർആൻ കാമിലാണ്. ഖുർആനിന് കമാൽ അവകാശപ്പെടാൻ പറ്റും അള്ളാന്റെ വചനമായതിനാൽ. അത് ഖുർആനിന്റെ വസ്ഫായിട്ട് അത് തന്നെ മതി. ഖുർആനിന്റെ മർത്തബ സൂചിപ്പിക്കാൻ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അത് അള്ളാന്റെ കലാമാണ്. കലാം അള്ളാന്റെ വസ്ഫാണ്. വസ്ഫ് മൗസൂഫിനെ പിന്തുടരുന്നതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വലാകിന്നഹു മഅ ഹാദ, ഇതോടൊപ്പം, മറിച്ച്, വലാകിന്നഹു മറിച്ച്, ഈ ലാക്കിന്ന എന്ന് പറയുന്നത് ലിൽ ഇസ്തിദ്റാഖ്, പക്ഷേ എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലാണ് ലാക്കിന്ന ഉപയോഗിക്കുക. ലാക്കിൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അങ്ങനെ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോ അത് വാചകത്തിന് ശേഷം വരുന്ന വാചകത്തില് ഗ്രമറ്റിക്കൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും വരുത്തില്ല. ലാക്കിന്ന എന്ന് പറയുകയാണെങ്കിൽ മിൻ അഖവാത്തി ഇന്ന, ഇന്ന ആൻഡ് സിസ്റ്റേഴ്സിൽ പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ലാക്കിന്ന. അപ്പൊ തദ്ഖുലു അലൽ ജുംലത്തിൽ ഇസ്മിയ ഫതുഹവ്വിലുൽ മുബ്തദ ഇലാ ഇസ്മിഹ വൽ ഖബറ ഇലാ ഖബരിഹ. മുബ്തദനെ അതിന്റെ ഇസ്മാക്കി തീർക്കും, ഖബറിനെ അതിന്റെ ഖബറാക്കി തീർക്കും. അതിന്റെ ഇസ്മിന് നസ്ബ് കൊടുക്കണം, അതിന്റെ ഖബറിന് റഫ്അ നിലനിർത്തി കൊടുക്കണം. ഇതാണ് അതിന്റെ ഹുക്ം, നമുക്കറിയാവുന്നതാണ്. ലാക്കിന്നഹു, പക്ഷേ, മഅ ഹാദ, ഇതോടൊപ്പം, സാദ ബയാനൻ ലികമാലിഹി ബിമൻ നസല അലൈഹി. സാദ ബയാനൻ ലികമാലിഹി, ഒരു ബയാൻ കൂടി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത് ഒരു ബയാൻ, ഒരു വിവരണം, ഒരു ബിറ്റ് ഓഫ് എക്സ്പ്ലനേഷൻ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലികമാലിഹി, ഖുർആനിന്റെ പൂർണ്ണതയെക്കുറിച്ച്. ഖുർആനിന്റെ പൂർണ്ണത പറയാൻ അത് വചനമാണ്, വചനം ഗുണവിശേഷണമാണ്. ആ വചനം എന്ന് പറയുന്ന ഗുണവിശേഷം അള്ളാഹുവിന്റെ ഗുണവിശേഷമാണ് എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ പുറമെ ഖുർആനിനെ സംബന്ധിച്ച് ഒരു ബയാനല്ലി കമാലിഹി, ഖുർആനിന്റെ പൂർണ്ണത വിശദീകരിക്കുന്നിടത്ത് ഒരു കാര്യം കൂടി ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ബിമൻ നസല അലൈഹി. ബിമൻ നസല അലൈഹി, അത് ആരുടെ മേലാണ് ഇറങ്ങിയത് എന്നതാണ്. ആ ഒരു വിവരണം കൂടി ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാദ ബയാനൻ ലി കമാലിഹി, ഖുർആനിന്റെ പൂർണ്ണതയെ സംബന്ധിച്ചുള്ള വിവരണം അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏത് പറഞ്ഞുകൊണ്ട്? ബിമൻ നസല അലൈഹി, ആ കമാലിനെ കുറിച്ചിട്ടുള്ള വിവരം തരുന്നിടത്ത് ആർക്കിറങ്ങി? നസല അലൈഹി, ഇത് അള്ളാന്റെ വചനമാണ്. അള്ളാന്റെ വചനം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലായി. മാത്രമല്ല അത് ആർക്കിറങ്ങിയിട്ടുള്ളതാണ്? വഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റാർക്കും വന്നിറങ്ങിയതല്ല.
അത് ഇറങ്ങി കിട്ടിയിട്ടുള്ളത് നസല അല മുഹമ്മദ് അല റസൂലിൽ അമീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ്? അല്ലദി ഹുവ അഷ്റഫുൽ ഖൽഖ്. നബിയെ കുറിച്ച് നമുക്ക് പറയാം, അദ്ദേഹം അല്ലദി യാതൊരുവൻ, അഷ്റഫുൽ ഖൽഖ്, അവൻ അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫായിട്ടുള്ള ഷറഫുള്ളവനാണ്, സൃഷ്ടികളെ ഏറ്റവും ഷറഫുള്ളവനാണ്. അപ്പൊ ഫഉലിമ, അതിൽ നിന്ന് മഅലൂമായി തീരുന്നു, അതിൽ നിന്ന് അറിയപ്പെട്ട കാര്യമായി തീരുന്നു. ഇത് മുഹമ്മദ് നബിയുടെ മേലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, മുഹമ്മദ് നബിക്കാണ് അത് ഇറങ്ങി കിട്ടിയിട്ടുള്ളത് എന്ന വസ്തുതയിൽ നിന്ന് പിന്നെ നമുക്ക് മനസ്സിലായി കിട്ടുന്നു അന്നഹു അഷ്റഫുൽ കുത്തുബ്, ഈ ഖുർആൻ എന്ന് പറയുന്നത് അഷ്റഫുൽ കുത്തുബ്, അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി. അപ്പൊ നബിക്ക് കൊടുത്തിട്ടുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അഷ്റഫായിരിക്കും, സ്വാഭാവികമാണ്. വബിമാ നസല ബിഹി, അതുപോലെ തന്നെ എന്ത് സന്ദേശവുമായിട്ടാണോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അതും മറ്റുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. വഹുവൽ ഹഖ്, എന്തുമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്? ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഹഖുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, സത്യവുമായിട്ടാണ്. ഖുർആൻ മനുഷ്യരാശിയെ നന്മയിലേക്കും വിജയത്തിലേക്കും ക്ഷണിക്കാൻ ആവശ്യമായ സത്യമാണല്ലോ ഖുർആനിലുള്ളത്. ആ ഹക്കുമായിട്ടാണല്ലോ ഖുർആൻ അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്, ആ ഹക്കുമായിട്ടാണല്ലോ മുഹമ്മദ് നബിക്ക് അത് ഇറങ്ങി കിട്ടിയിട്ടുള്ളത്. ഫനസല ബിൽ ഹഖ്ഖില്ലദീ ലാ മിറിയത ഫീ, ഫനസൽ, അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് ബിൽ ഹഖ്, സത്യവുമായിട്ടാണ്. ആ സത്യം എന്ന് പറഞ്ഞാൽ ലാ മിറിയത ഫീഹി, അതിൽ യാതൊരു തരത്തിലുള്ള സന്ദേഹമല്ല, സംശയത്തിന് ഇടം നൽകുന്ന ഒന്നും അതിലില്ല, സംശയങ്ങളെ ദൂരീകരിക്കുന്നതേ അതിലുള്ളൂ. യാതൊരു ശങ്കയോ യാതൊരു സംശയമോ അവശേഷിപ്പിക്കുന്ന അതിന് ഇടം നൽകുന്ന ഒന്നും ഖുർആനിലില്ല. അതെന്തിനു വേണ്ടിയാണ് അള്ളാഹു ആ ഖുർആൻ ഇറക്കിയത്? ഇഖ്റാജിൽ ഖൽഖ്, അവന്റെ സൃഷ്ടികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതിൽ നിന്ന്? മിനൽ ളുലുമാത്ത്, ഇരുളുകളുടെ തടവറയിൽ നിന്ന്. ളുലുമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടാണ്. അപ്പൊ ഇരുട്ടുകളിൽ നിന്ന്, ളുലുമത്ത് പറയുന്ന സമയത്ത് അതിനെ ബഹുവചനത്തിലാണ് അധികം പറയാം. കാരണം ഇരുട്ടുകൾ അത് പല തരത്തിലുള്ളതാണ്, വൈവിധ്യമാർന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ളുലുമാത്തുകൾ, ഇരുട്ടുകളാണുള്ളത്. അപ്പൊ ഇരുളുകളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്. എങ്ങോട്ടാണ് ഇരുട്ടിന്റെ തടവറയിൽ നിന്ന് മനുഷ്യനെ, അവന്റെ സൃഷ്ടികളെ അള്ളാഹു മോചിപ്പിക്കുന്നത്? ഇലന്നൂർ, പ്രകാശത്തിലേക്കാണ്. വനസല മുസ്തമിലൻ അലൽ ഹഖ്, വനസല, ഖുർആൻ ഇറങ്ങിയത്, വനസല ഹാദൽ ഖുർആൻ മുസ്തമിലൻ, ഉൾക്കൊള്ളുന്ന നിലയിലാണ്. ഇസ്തമല എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടു. എന്തുൾക്കൊള്ളുന്നു? അലൽ ഹഖ്, സത്യത്തെ. സത്യം എന്ന് പറഞ്ഞാൽ ഏതിലെല്ലാം ആ സത്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ഫി അഖ്ബാരിഹി അസ്വാദിഖ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്ക് കൈമാറുന്ന അവന്റെ വൃത്താന്തങ്ങളിൽ, അഖ്ബാർ വർത്താനം, വൃത്താന്തം, അഖ്ബാരിഹി അള്ളാന്റെ വൃത്താന്തങ്ങളിൽ അതിന് സിദ്ഖുണ്ട്. അവന്റെ വൃത്താന്തത്തെ കുറിച്ച് നമുക്ക് പറയാവുന്നത് അസ്വാദിഖ, സത്യസന്ധമായിട്ടുള്ളതാണ്. സത്യസന്ധമായ അള്ളാഹുവിന്റെ അഖ്ബാറുകൾ, ആ വൃത്താന്തങ്ങൾ, ആ വൃത്താന്തങ്ങൾ ആണ് അവിടെ ഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അതുപോലെ തന്നെ വനസല മുസ്തമിലൻ അലൽ ഹഖ് ഫി അഖ്ബാരിഹി, ഹഖ് ഉൾക്കൊള്ളുന്നു അവന്റെ അഖ്ബാറിൽ. വഹക്കാമിഹി, അള്ളാന്റെ വിധിവിലക്കുകളിലും ഹഖ് ഉൾക്കൊള്ളുന്നു. വിധിവിലക്കുകളിലുള്ള ഹഖ് എന്ന് പറഞ്ഞാൽ അൽ ആദില, അത് നീതിപൂർവകമായ വിധിവിലക്കുകളാണ്. വിധിവിലക്കുകൾ നീതിപൂർവകമാകണം, അഖ്ബാറുകൾ സത്യസന്ധമാകണം. അപ്പൊ സത്യസന്ധമായിട്ടുള്ള വൃത്താന്തങ്ങളും നീതിപൂർവകമായിട്ടുള്ള വിധിവിലക്കുകളും അതെല്ലാം തന്നെ എന്താണ്? അതിൽ ഉൾക്കൊള്ളുന്ന ഹഖ്, ആ ഹഖോട് കൂടിയാണ് ഖുർആൻ അവതരിച്ചത്. ഫകുല്ലു മാ ദല്ല അലൈഹി, അതിനാൽ കുല്ലു മാ ദല്ല അലൈഹി, ഖുർആൻ അറിയിച്ചിട്ടുള്ള എല്ലാം ഫഹുവ അഅ്ളമു അൻവാഉൽ ഹഖ്, സത്യത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമായ സത്യമായിരിക്കും അത്. ഖുർആനിൽ മാത്രമല്ല, അതിനു മുമ്പ് അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സത്യമുണ്ട്. ഖുർആനിൽ മാത്രമല്ല, അള്ളാഹ് ഇറക്കിയിട്ടുള്ള സുന്നത്തിൽ സത്യമുണ്ട്. പക്ഷെ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന സത്യത്തിന്റെ സവിശേഷത അത് അഅ്ളമു അൻവാഉൽ ഹഖ്,
സത്യത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗ്രാൻഡാണ്, ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്. അത് മിൻ ജമീഉൽ മത്വാലിബിൽ ഇൽമിയ്യ, മിൻ ജമീഉൽ മത്വാലിബ്, എല്ലാ തരത്തിലുള്ള മത്വാലിബുകളും ഉദ്ദേശ ലക്ഷ്യങ്ങളും, അൽ ഇൽമിയ്യ, ഇൽമിയായിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളും, അത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് സത്യമാണ്, സത്യത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്. വമാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. അപ്പൊ ഖുർആനിലുള്ള ആ സത്യം, അത് കഴിഞ്ഞാൽ പിന്നെന്താണുള്ളത്? ഹക്കിന് പുറത്തു വരുന്നത് വലാലല്ലാതെ, വഴികേടല്ലാതെ വേറൊന്നുമില്ല. സത്യം ഏകദാനമായിരിക്കും, അസത്യങ്ങൾ ബഹുമുഖമായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മള് നമ്മുടെ ഭൗതികമായ പരിസരങ്ങളിൽ നിന്ന് അറിയാതെ മനസ്സിൽ കയറ്റിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു മിസ്കൺസെപ്റ്റ് തിരുത്താനുള്ള സന്ദർഭമാണ്. ഒരു ശരാശരി മലയാള വായനക്കാരൻ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഒരു മലയാളി, അവന്റെ മനസ്സിലുണ്ടാവുക സത്യം ബഹുമുഖമാണ്. ഒന്ന് മാത്രമല്ല സത്യം ഉണ്ടാകുക, 100 സത്യം ഉണ്ടായിരിക്കും. അതൊരു സത്യം, ഇതൊരു സത്യം. ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഇരുട്ടാന്ന് പറഞ്ഞാൽ അത് നിന്റെ സത്യം. മറ്റയാൾ പറയുന്നു ഇപ്പൊ വെളിച്ചാണ്, അപ്പൊ അത് നിന്റെ സത്യം. രണ്ടും സത്യം. തമ്മിൽ എന്ത് പറയേണ്ടതില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരുത്തേണ്ടതില്ല. തിരുത്തിയാൽ അതാർക്കൊന്നും ഇഷ്ടമല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സദാചാര പോലീസിംഗ് ആണ് ഇന്നത്തെ കാലത്ത്. ആ സദാചാര പോലീസിംഗ് ഒന്നും വേണ്ട, അതങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവ്, നിങ്ങൾ ഞാനൊരു കളവ് പറഞ്ഞാൽ എന്നെ നിങ്ങൾ സുഖിപ്പിച്ചേക്കണം. അത് നിന്റെ സത്യം, നല്ല സത്യം, എടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം പറയുകയോ അല്ലെങ്കിൽ ഒരു കളവ് പറയുകയോ അല്ലെങ്കിൽ വേണ്ടാത്തരം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരുത്താൻ പാടില്ല. ഓ, അത് നിങ്ങളുടെ സത്യം, അതും സത്യം, ഇതും സത്യം. ഈ ബഹുത്വമാണ് ഏറ്റവും വലിയ സത്യമായിട്ട് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അത് ശുദ്ധമായ വങ്കത്വമാണ്, അസംബന്ധമാണ്, യാതൊരു സംശയമല്ല. മറിച്ച് സത്യം അത് ഏകദാനമാണ്, അസത്യം അത് ബഹുമുഖമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉണ്ടാകുള്ളൂ. അസത്യത്തിന്റെ വഴികൾ 10 100 നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് പോകാനുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഒരു നേർരേഖ മാത്രമേ വരയ്ക്കാൻ സാധിക്കുള്ളൂ. 2 പോയിന്റുകൾക്കിടയിൽ 2 നേർരേഖ അല്ല, ഒറ്റ നേർരേഖ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നേർരേഖയല്ലാതെ കർവ്, വളവുള്ള രേഖകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ 100 കണക്കിന് 1000 രേഖകൾ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. അപ്പോ വഴികേട് എന്ന് നമ്മൾ പറയുന്ന തെറ്റായ വഴികൾ, വളഞ്ഞു കിടക്കുന്ന വഴികൾ, അത് സുബുൽ, വഴികേടുകൾ, തെറ്റായ വഴികൾ, വക്രീകരിക്കപ്പെട്ട മാർഗങ്ങൾ, അത് ധാരാളമാണ് ഉണ്ടാകുക. എന്നാൽ നേരായ വഴി അതൊന്നു മാത്രമേ ഉണ്ടാകുള്ളൂ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീം, എന്റെ വഴി ഇതാണ്, അത് മുസ്തഖീമാണ്, ചൊവ്വ നിൽക്കും, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന് ഒന്നേ ഉള്ളൂ. 2 പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ 2 നേർരേഖ സാധ്യമല്ല. എന്നാൽ നേർരേഖയല്ല, വളഞ്ഞും പൊളഞ്ഞുമാണ് നിങ്ങൾക്ക് പോകേണ്ടത്, അങ്ങനെയുള്ള വഴിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളഞ്ഞും പൊളഞ്ഞും പോകുന്നത് അത് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തൂല, തുടങ്ങി വേറെ എവിടേക്കെങ്കിലും അങ്ങ് പൊട്ടിത്തിരിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് വരാത്തത്തബിഉ സുബുൽ, മറ്റു ഒരുപാട് വക്രീകരിക്കപ്പെട്ട വഴികൾ, മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണുന്നുണ്ടാകും. ആ വഴികൾ നിങ്ങൾ പിന്തുടരരുത്. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതെ നിങ്ങളെ ചിതറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് സത്യമാണ് വേണ്ടെങ്കിൽ സത്യത്തിന്റെ മുഖം ഒന്നാണ്, സത്യം ഏകദാനമാണ്. ഹക്ക് കഴിഞ്ഞ അതൊന്ന്, അത് കഴിഞ്ഞ ബാക്കിയെല്ലാം വലാലാണ്. വലാലത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. ഇത് നിങ്ങൾ മനസ്സിലിട്ടിട്ട് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ വായിക്കുന്ന എല്ലാ പത്രങ്ങളിലും, എല്ലാ മാസികകളിലും, നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളിലും നമ്മൾ നിരന്തരം ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബഹുമുഖമാണ്, സത്യം ബഹുമുഖമാണ്, എല്ലാവരും പറയുന്നതും അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ സത്യമായി കണ്ടിട്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അതിനെയൊക്കെ ബഹുമാനിക്കണം. അത് ശരിയല്ല സംഗതി. സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ, അസത്യം ബഹുമുഖമായിരിക്കും. സത്യം ഉയർത്തിപ്പിടിക്കണം, അസത്യം അസത്യമാണെന്ന് തുറന്നു പറയണം.
തുറന്നു പറയാൻ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞോളണമെന്നില്ല. കഴിയുന്ന ആളുകൾ കഴിയുന്ന അത്ര പറയട്ടെ. പക്ഷെ അത് വിചാരിച്ചിട്ട് അസത്യത്തെ സത്യത്തിലേക്ക് കൂട്ടിക്കൊടുക്കാൻ നടക്കരുത്. സത്യം അസത്യം കൂടി സമാക്കരുത്. സത്യ അസത്യം തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഖുർആൻ ഈ കാര്യം പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപമകൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇരുട്ടും വെളിച്ചവും സമമാകും. വില്ലുവൽ ഹറൂർ, ചൂടുള്ള സ്ഥലവും അതുപോലെ തന്നെ ചൂടില്ലാത്ത നിഴല് തണല് അതും സമമാകൂ. ജീവിതവും മരണവും സമാകൂ. ജീവനുള്ളവനും ജീവനില്ലാത്തതും സമമാകൂ. ഇരുട്ടും വെളിച്ചവും സമമാകൂ. ഇങ്ങനെ പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ട് അതിനുശേഷം അള്ളാഹ് പറയുന്നുണ്ട്, ഇല്ല, സത്യം വേറെ തന്നെയാണ്, അസത്യം വേറെ തന്നെയാണ്. സത്യവും അസത്യവും എന്തല്ല, ഒന്നല്ല. അതിനൊക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സമപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവയെ കൂട്ടിക്കലർത്തുവാനോ പാടില്ല. ഇത് കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പറ്റിയൊരു വലിയ ദോഷമാണ്. കാരണം വേറെ പല കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുള്ള, ഖുർആനിലൂടെ അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ആശയങ്ങളുടെ ഒരു നിരാസമാണ്, അതിന്റെ ഒരു ലംഘനമാണ്, അതിനെ റദ്ദ് ചെയ്യുന്ന ഒരു ആശയമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ആശയം സത്യം അത് ഏകദാനമാണ്. സത്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ വഴികേടുകളാണ്. അതിനാൽ സത്യത്തിന്റെ മാർഗം അത് നേർരേഖയാണ്. ആ നേർരേഖ തന്നെ നിങ്ങൾ പിന്തുടരണം. എന്നാൽ സത്യത്തിന്റേതല്ലാത്ത വഴികൾ അത് വ്യത്യസ്തമാണ്. സുബുൽ, ആ വ്യത്യസ്തങ്ങളായ വഴികളിൽ നിങ്ങൾ കയറരുത്. കയറിയാൽ അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കില്ല, നിങ്ങളെ അത് ചിതറിച്ച് കളയും. ഇതാണ് ഖുർആനിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ആശയം. ഈ വാചകം കുറച്ചൊന്ന് മനസ്സിരുത്തി നിങ്ങൾ വായിച്ചെങ്കിലേ കാര്യം കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് പറയാം. അപ്പൊ ഞാൻ മൊത്തം ഒന്ന് വായിക്കാം. യുഖ്ബിറു തആല അൻ അളമത്തിൽ ഖുർആൻ. ഈ ആയത്തിലൂടെ അള്ളാഹ് അറിയിക്കുന്നത് ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ചാണ്. വജലാല മൻ തകല്ലമ ബിഹി. ആ ഖുർആൻ എന്ന് പറയുന്ന വചനം ആരാണോ വചിച്ചത്, അത് അള്ളാഹു ആണല്ലോ. ആ അള്ളാഹുവിന്റെ ജലാലത്തിനെ സൂചിപ്പിക്കുന്നു, ജലാലത്തിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ വനസല മിൻഹു, ആ ഖുർആൻ ആരിൽ നിന്ന് അവതരിച്ചുവോ അവന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു. വഅന്നഹു നസല മിനല്ലാഹിൽ അസീസിൽ ഹകീം, ഖുർആൻ അവതരിച്ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അവൻ അസീസും ഹക്കീമുമാണ്. ഐ അല്ലദീ വസ്ഫുഹു എന്ന് പറഞ്ഞാൽ അസീസും ഹക്കീമുമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വസ്ഫ് ഒന്ന് ഉലൂഹിയ്യത്താണ്. അത് അള്ളാഹ് എന്ന് പറയുന്നതിലുണ്ട്. ഇവിടെ പറഞ്ഞ മിനല്ലാഹിൽ അസീസുൽ ഹക്കീം എന്ന് പറഞ്ഞതിൽ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ഉലൂഹിയ്യത്ത് എന്ന വസ്ഫുണ്ട്. പിന്നെ അതിലുള്ളത് ഇസ്സത്താണ്. ആ ഉലൂഹിയ്യത്ത് ലിൽ ഖൽഖ്, സൃഷ്ടികളാണ്. എന്തുകൊണ്ട് അവരുടെ മേൽ ഉലൂഹിയ്യത്ത് വകവെക്കണമെന്ന് പറയേണ്ടത്? ഔദാലിക്കലി അളമത്തിഹി വക്കമാലിഹി, അള്ളാന്റെ അളമത്തും കമാലും മുൻനിർത്തിയിട്ടാണ്. പിന്നെ അള്ളാന്റെ വസ്ഫ് അൽ അസീസ് എന്ന് പറയുന്നതിൽ കാണാം, അതിലുള്ളത് ഇസ്സത്താണ്. ഇസ്സത്ത് അൽ ഗലബത്തു വൽ ഖുവ്വത്തു വൽ മക്കാനത്തു, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. ആ ഇസ്സത്തിന്റെ പ്രതിഫലനം എന്താണ്? ഖഹറ ബിഹാ കുല്ല മഖ്ലൂഖ് വദല്ലലഹു കുല്ലു ഷൈ, മുഴുവൻ സൃഷ്ടികളെയും മേൽ അവൻ അധീശത്വം ഉറപ്പിച്ചു, മുഴുവൻ സൃഷ്ടികളും അവന് വണങ്ങിക്കൊടുത്തു. പിന്നെ അള്ളാന്റെ വസ്ഫ് ഹിക്മത്താണ്. ഹിക്മത്ത് ഏതിലെല്ലാം കാണും? ഫി ഖൽഖിഹി വ അംരിഹി, അവന്റെ ഖൽഖിൽ കാണും, സൃഷ്ടിപ്പിൽ കാണും. അതുപോലെ തന്നെ അവന്റെ അമ്ർ, അവന്റെ കൽപ്പനകളിൽ, അവന്റെ ഉത്തരവുകളിൽ കാണും. ഫൽ ഖുർആനു നാസിലുൻ, അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ഇറങ്ങിയിട്ടുള്ളത് മിമ്മൻ, ഒരുത്തനിൽ നിന്നാണ്. ഹാദാ വസ്ഫുഹു, അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ്, അവനെ കുറിച്ച് പറയാനുള്ള ഗുണം, വിശേഷണം, ഗുണവിശേഷം അത് മുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൽ കലാമു, അള്ളാഹുവിന്റെ വചനമാണത് എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറയുന്നത് വസ്ഫുല്ലിൽ മുത്തക്കല്ലിം, ആ വചിച്ച അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്, വിശേഷണമാണ്, ഗുണവിശേഷമാണ്. ഫൽ വസ്ഫു യത്ബഉൽ മൗസൂഫ്, അത് മൗസൂഫിനെ പിന്തുടരുന്നതാണ്. ഫക്കമ അന്നല്ലാഹ തആല ഹുവൽ കാമിൽ, അള്ളാഹു അവനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളവൻ എന്നതിനാൽ മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ മുഖങ്ങളിലൂടെയും എല്ലാ തലങ്ങളിലൂടെയും, അല്ലദീ ലാ മസീല ലഹു, അവന് യാതൊരു സമശീർഷനുമില്ല, തുല്യനുമില്ല. ഫകദാലിക കലാമുഹു, അതേമാതിരി തന്നെയായിരിക്കും അള്ളാഹ്. അങ്ങനെയാണെങ്കിൽ അവന്റെ വസ്ഫ്, അവന്റെ കലാമും അങ്ങനെ തന്നെയായിരിക്കും. കാമിലും മിൻ കുല്ലി വജ്ഹ്, എല്ലാ തലത്തിലും എല്ലാ മുഖങ്ങളിലൂടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. ലാ മസീല ലഹു, അവന്റെ വചനമായ ഖുർആനിന് ഒരു മസീൽ ഉണ്ടാവില്ല. ഫഹാദാ വഹ്ദഹു കാഫിൻ, ഈ പറഞ്ഞ കാര്യം മാത്രം മതി. ഫി വസ്ഫിൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് പറയാനുള്ള ഒരു വർണ്ണനയായി ഇത് മതി. ദാലുൻ അലാ മർത്തബത്തിഹി, ഖുർആനിന്റെ ഗ്രേഡ് കുറിച്ച് സൂചിപ്പിക്കാൻ ഇത് തന്നെ എമ്പാടുമാണ്. വലാകിന്നഹു മഅ ഹാദ, അത്ര പറഞ്ഞാൽ തന്നെ തൻസീലുൽ കിതാബി മിനല്ലാഹി
അൽ അസീസ് അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ തന്നെ എമ്പാടും മതി. പക്ഷെ അതോടൊപ്പം തന്നെ വലാകിന്നഹു മഅ ഹാദ, ഇതോടൊപ്പം തന്നെ സാദ, അള്ളാഹ് വർദ്ധിപ്പിച്ചു, ബയാനൻ ലികമാലിഹി, ഖുർആനിന്റെ കമാലിനെ കുറിച്ചുള്ള അള്ളാന്റെ ബയാനിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാ വർദ്ധിപ്പിച്ചത്? ബിമൻ നസല അലൈ, ആർക്കാണ് അത് ഇറക്കി കൊടുത്തിട്ടുള്ളത് എന്നതുകൂടി പറഞ്ഞിട്ട് അതിന്റെ കമാലിന് ഒരു കൂടുതൽ വിശദീകരണം നൽകി. ആർക്കാണ് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെയാണ്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഹു അഷ്റഫുൽ ഖൽഖ്, അള്ളാഹിന്റെ സൃഷ്ടികളിൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന അള്ളാഹിന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള അവന്റെ മുർസലീങ്ങളിൽ ഏറ്റവും അഷ്റഫായിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് നബി. ഫഉലിമ, അപ്പോൾ മഅലൂമായി തീരുന്നു, അറിയപ്പെടുന്നു, അന്നഹു അഷ്റഫുൽ കുത്തുബ്, മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തു ഖുർആൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥവും അഷ്റഫുൽ കുത്തുബ്, നബിമാരിൽ മുർസലീങ്ങളിൽ ഏറ്റവും അഷ്റഫുൽ നബിയാണെങ്കിൽ നബിക്ക് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അഷ്റഫാണ്. വബിമാ നസല ബിഹി, അതുപോലെ തന്നെ ഖുർആൻ ഏതൊന്നുമായിട്ടാണോ ഇറങ്ങിയത് അത് ഏറ്റവും അഷ്റഫായിരിക്കും. അതെന്താണ്? ഹഖാണ്. ഫനസല ബിൽ ഹഖ് അല്ലദീ ലാ മറിയത ഫീ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഒരു സന്ദേഹവും ബാക്കി നിർത്താത്ത പരമമായ സത്യവുമായിട്ടാണ്. എന്തിനാണ് ആ സത്യവുമായി അള്ളാഹു ഖുർആൻ ഇറക്കിയത്? ഖുർആൻ ഇറങ്ങിയത് ഇഖ്റാജുൽ ഖൽഖ് മിനൽ ളുലുമാത്തി മിനൻ നൂർ ഇലൻ നൂർ, സൃഷ്ടികളെ ഇരുട്ടിന്റെ തടവറയിൽ നിന്ന് വെളിച്ചത്തിന്റെ വിഹായുസിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. വനസല, ഖുർആൻ ഇറങ്ങിയത് മുസ്തമിലൻ അല ഹഖ്, പരമമായ സത്യം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പരമമായ സത്യം എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഫി അഖ്ബാരിഹി സ്വാദിഖ, അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള സത്യസന്ധമായ അവന്റെ വൃത്താന്തങ്ങളിൽ കാണാം. വഹകാമിഹിൽ ആദില, അവന്റെ നീതിപൂർവകമായിട്ടുള്ള വിധിവിലക്കുകളിൽ കാണാം. ഫകുല്ലു മാ ദല്ല അലൈ, അതിനാൽ ഖുർആൻ സൂചിപ്പിക്കുന്ന, ഖുർആൻ അറിയിക്കുന്ന കാര്യങ്ങളും ഹുവ അഅ്ളമു അൻവാഇൽ ഹഖ് ഫഹുവ അഅ്ളമു അൻവാഇൽ ഹഖ്, അത് സത്യത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഇനം അതായിരിക്കും. മിൻ ജമീഇൽ മതാലിബിൽ ഇൽമിയ്യ, വൈജ്ഞാനികമായ ഇൽമിയായിട്ടുള്ള അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, വമാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അത് ഖുർആനിൽ ഉണ്ടായിരിക്കെ ആ ഖുർആൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ കുറിച്ച് പിന്നെ നമ്മൾ എന്തേ പറയേണ്ടു? അത് വലാലുകളാണ്. ഖുർആൻ അറിയിച്ചിട്ടുള്ളതാണ് സത്യം, ഖുർആൻ അറിയിക്കാത്തിട്ടുള്ളത് അത് സത്യമല്ല, അത് പൂർണ്ണമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള സത്യങ്ങളെ ഒന്നിനെയും ചോർത്തിക്കളഞ്ഞിട്ടില്ല, അത് മുഴുവനും റിട്ടേൺ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് മുഹൈമിനാണ്. അപ്പൊ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഏത് ശരിയുണ്ട് എന്ന് അറിയണമെങ്കിൽ അത് പരിശോധിക്കാനുള്ള, അതുകൂടി നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു മാനദണ്ഡമാണ്, ബെഞ്ച് മാർക്ക് ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യം അത് ബൈബിളിൽ ഉണ്ടെങ്കിൽ, അത് വേറെയുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആ കാര്യം ശരിയാണ് എന്ന് അതിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം ബൈബിളിലുണ്ട് അല്ലെങ്കിൽ വേറെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിട്ട് അത് സത്യമാവില്ല. മറിച്ച് അതിന്റെ സത്യത നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഖുർആൻ ആ കാര്യത്തെ അറിയിക്കണം. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ആയത്തിലേക്ക് കടന്നു. രണ്ടാമത്തെ ആയത്തിലേക്ക് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം, കുറച്ച് നീണ്ടുപോകും. ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ന സായിദ് നഹ്നു, ഇന്നനാ, അത് ഇന്ന എന്നുള്ളതിനെ ചിലപ്പോ അങ്ങനെ നൂനുൽ വിഖായ ചേർത്തിട്ട് നഹ്നു ചേർക്കാം, ചിലപ്പോ നൂനുൽ വിഖായ ഇല്ലാതെ തന്നെ ചേർക്കാം. അങ്ങനെ ചേർക്കുമ്പോ ഇന്ന എന്നാക്കി തീർക്കും. അതിന്റെ ആ വാക്കിനെ നമ്മൾ വിഗ്രഹിച്ചാൽ ഇങ്ങനെയാണ് കിട്ടുക: ഇന്ന സായിദ് നഹ്നു, ഇന്നന എന്ന് വരാം, ഇന്ന എന്ന് വരാം. നിശ്ചയമായും നാം, അൻസൽന, നാമാണ് ഇറക്കിയിട്ടുള്ളത്, ഇലൈക്കൽ കിതാബ, ഇലൈക്ക നിന്നിലേക്ക്, അൽ കിതാബ ഇപ്പറഞ്ഞിട്ടുള്ള ഈ ഗ്രന്ഥത്തെ, അൽ കിതാബ് അത് ഡിഫൈൻ ചെയ്യപ്പെട്ടു, അതുകൊണ്ട് അലിഫും ലാമും ചേർത്തു. ഈ ഗ്രന്ഥത്തെ നാമാണ് നിനക്കിറക്കി തന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയതാന്ന് പറഞ്ഞാൽ തന്നെ അതെമ്പാടും മതി. പിന്നെ ഖുർആനിന്റെ പെർഫെക്ഷൻ സൂചിപ്പിക്കാൻ വളരെ അധികമായ വിശദീകരണമാണ് ഈ ഖുർആൻ നബിയെ താങ്കൾക്കാണ് ഇറക്കി തന്നത്. താങ്കൾ എന്ന് പറഞ്ഞ ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്. അപ്പൊ ഈ ഗ്രന്ഥം എന്തായിരിക്കും? ഗ്രന്ഥങ്ങളിൽ അഷ്റഫായിരിക്കും. അതൊരധിക വിവരണമാണ്. അപ്പൊ ഈ ഗ്രന്ഥത്തെ താങ്കൾക്ക് നാം ഇറക്കി തന്നു. അള്ളാഹ് മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത വഴി എന്താണ്?
ആ വഴി എന്ന് പറഞ്ഞാൽ ആദ്യം ആ വചനം അള്ളാഹു ജിബ്രീലിനോട് സംസാരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു സംസാരിച്ചിട്ടുള്ള വചനം ഏറ്റെടുത്തുകൊണ്ട് അതുമായിട്ട് മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. അത് മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുന്നു. അത് ജിബ്രീൽ വന്ന് മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിയതുപോലെ അവിടെ പതിയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദരൂപത്തിൽ തന്റെ അനുയായികളെ കേൾപ്പിക്കുന്നു. തന്റെ അനുയായികളിൽ നിന്നും അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള എഴുതാൻ പ്രാപ്തരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള എഴുത്തുകാരോട് അതിനെ ലിപികളിലാക്കിയിട്ട് ഉല്ലേഖനം ചെയ്ത് സൂക്ഷിക്കാൻ പറയുന്നു. അപ്പൊ ഈ ഗ്രന്ഥത്തെ താങ്കൾക്ക് ഇറക്കിത്തന്നത് നാമാണ്. ഈ ഗ്രന്ഥം അതിലുള്ളത് എന്താണ്? ബിൽ ഹഖ്. ഖുർആൻ ഇറക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹഖാണ്. ഖുർആനിൽ ഒന്നുകിൽ നമുക്ക് കാണാൻ പറ്റുക അഖ്ബാറുകളാണ്. ഇങ്ങനെ സംഗതിയുണ്ട്, അങ്ങനെ ഒരു സംഗതിയുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ആ അഖ്ബാറുകൾ ആദ്യന്തം പരിശോധിച്ചാൽ അതിലൊന്നുപോലും കളവില്ല, അല്ലെങ്കിൽ സംശയാസ്പദമായ കാര്യമില്ല. എല്ലാം സത്യമാണ്, പരമമായ സത്യം. അതല്ലെങ്കിൽ ഖുർആനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല. മറിച്ച് 5 നേരം നിങ്ങൾ നമസ്കരിക്കൂ, ധനത്തിൽ നിന്ന് സകാത്ത് കൊടുക്കൂ, നിങ്ങൾ നന്മകളുമായിട്ട് പുണ്യകർമ്മങ്ങളുമായി നിങ്ങൾ വേഗത്തിൽ മുന്നേറാൻ നോക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഷാഇയായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അള്ളാന്റെ വിധി വിലക്കുകൾ അത് ചെയ്യണം, ചെയ്യുന്നതാണ് ഉത്തമം, ചെയ്യാതിരിക്കാം, നിങ്ങളത് ഉപേക്ഷിക്കണം, നിങ്ങളത് ഉപേക്ഷിക്കലാണ് ഉത്തമം. ഇങ്ങനെയുള്ള ധ്വനികളോട് കൂടിയിട്ടുള്ള അതാണ് അഹ്കാമുകൾ, വിധി വിലക്കുകൾ, ഡൂസ് ആൻഡ് ഡോൺസ്. അത് പല രൂപത്തിലായിരിക്കും. അതിന്റെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് അത് മാറും. ചിലപ്പോൾ നിർബന്ധമാണ്, വിട്ടുവീഴ്ച ഇല്ലാത്തതാണെങ്കിൽ നിർബന്ധം എന്ന് പറയും. ചെറിയ വിട്ടുവീഴ്ചയൊക്കെ കിട്ടുന്നതാണെങ്കിൽ അഭിലഷണീയ എന്ന് പറയും. 2 മീക്കലാണ്, ചെയ്യാതിരിക്കാന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മുബാഹ് എന്ന് പറയും. ഇനി അത് ഉപേക്ഷിക്കലാണ് ഉത്തമം എന്ന് പറയുകയാണെങ്കിൽ മക്രൂഹ് എന്ന് പറയും. അത് ഒരു നിലക്കും ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കൽ നിർബന്ധമെന്ന് വരികയാണെങ്കിൽ മുഹറമാണ്, ഹറാമാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള വിധികളാണ് ഒന്നുകിൽ ഖുർആനിൽ ഉണ്ടാകുക. ഒന്നുകിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഒരു വൃത്താന്തമായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മരിച്ചു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അവിടെ അള്ളാഹുവിന്റെ ശിക്ഷാരക്ഷകളാണ്. നന്മ ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്വർഗമുണ്ടായിരിക്കും, തിന്മ ചെയ്ത ആളുകൾക്ക് അവിടെ നരകമുണ്ടായിരിക്കും. നരകത്തിന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്, സ്വർഗത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. സ്വർഗത്തിൽ ഇങ്ങനെ വിൽദാനുൻ മുഖല്ലദൂൻ, അവിടെ ഹൂറുല്ലീങ്ങളുണ്ട്, അവിടെ പഴങ്ങളുണ്ട്, അവിടെ ഭക്ഷണങ്ങളുണ്ട്, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ അതെല്ലാം ഉണ്ട്. വലദൈന മസീദ്, നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ പുറമെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ജ്വാലകൾ അവരെ വന്ന് വെടികൂടുന്നു. യശ്വിൽ വുജൂഹ് ബിസ്ശറാബ് വസഅത്ത് മുർതഫഖ, ആ ജ്വാലകൾ അതിൽ നിന്നുള്ളൊരു പാനീയം അവർ കുടിക്കുകയാണെങ്കിൽ മുഖത്തേക്ക് അടുപ്പിക്കുന്നതോടുകൂടി മുഖത്തെ അത് കരിച്ചു കളയും. ഇത്രയും മോശമായൊരു പാനീയം വേറെയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം അള്ളാഹിന്റെ അഖ്ബാറുകൾ, വൃത്താന്തങ്ങൾ. ആ വൃത്താന്തങ്ങളെല്ലാം സത്യം, 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 പരമമായ സത്യം. അതേ സന്ദർഭത്തിൽ കുറെ വിധികൾ പറയും, അത് ഡൂസ് പറയും, ചിലപ്പോൾ ഡോൺസ് പറയും. അത് ഇങ്ങനെയുള്ള അവന്റെ വിധികളും വിലക്കുകളും പരിശോധിച്ചാൽ അത് ആദില, എല്ലാ കാര്യങ്ങളിലും നീതിയുക്തമാണ്. അത് വളരെ പ്രൊപ്പോർഷണലാണ്. അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയാവുന്ന ഒന്നില്ല, കുറഞ്ഞുപോയി എന്ന് പറയാവുന്ന ഒന്നില്ല, അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ല എന്ന് പറയാവുന്ന ഒന്നില്ല. അള്ളാന്റെ ഏതെങ്കിലും ഒരു വിധിവിലക്കിനെ കുറിച്ചിട്ട് അത് കുറച്ച് കൂടിപ്പോയി എന്ന് ചില ആൾക്കാർക്ക് തോന്നുന്നത് അവരെന്ത് ചെയ്തു, അവരുടെ ഫിത്രത്തിന്, അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ശുദ്ധമായ തനതു പ്രകൃതത്തെ അവരെന്ത് ചെയ്തു, കളങ്കപ്പെടുത്തി, മലിനപ്പെടുത്തി. അപ്പൊ അവർക്ക് നേരെ പോകണമെന്നൊക്കെ വിലങ്ങനായിട്ട് തോന്നും. അതാണ് അവരുടെ പ്രശ്നം. നേരെ മറിച്ച് ശുദ്ധമായ പ്രകൃതി, അള്ളാഹ് നൽകിയിട്ടുള്ള ആ പ്രകൃതത്തെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാൾ അള്ളാഹിന്റെ വിധിവിലക്കുകളിലേക്ക് നോക്കിയാൽ അതിലെന്തെങ്കിലും ഒരു അന്യായം കാണുക സാധ്യമല്ല, അതിലെന്തെങ്കിലും ഒരു വൈകല്യം കാണുക സാധ്യമല്ല. അത് ആദിലത്താണ്. ശരിക്ക് അതെന്തെന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആണ്, നീതിയുക്തമാണ്. അതിന് കൊടുക്കേണ്ടത് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അത്ര തന്നെ വേണം, അതിൽ കുറയാൻ പാടില്ല, അതിൽ കൂടാനും പാടില്ല. അത് അതിന്റെ സ്ഥാനത്താണ്.
അത് കൂടാതെ കുറയാതെ അത് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അദിൽ എന്ന് പറയും. അപ്പൊ ആദിലത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നു, പിന്നെ കിതാബ് ഇറക്കി തന്നു ബിൽ ഹഖ്, ഹക്കുമായിട്ട്. ആ ഹക്ക് എന്ന് പറഞ്ഞാൽ അതിലുള്ള വൃത്താന്തങ്ങൾ സത്യവും അതിലുള്ള വിധിവിലക്കുകൾ ന്യായയുക്തവുമായിരിക്കും. അതിനാൽ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നബിയെ താങ്കൾക്ക് ഇറക്കി തന്നതിനാൽ അതിനാൽ അതൊരു സബബ് കൂടി പറയാണ്. അതിനാൽ നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തോളണം. നീ അള്ളാഹിനെ ഇബാദത്ത് ചെയ്തോളണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ തെറ്റി. അബദ എന്ന വാക്കിന് അള്ളാഹുവിലേക്ക് അതിനെ ചേർത്താൽ, അതിന്റെ മഫ്ഊലു ബിഹി ആയിട്ട് അള്ളാഹുവിലേക്ക് ചേർത്താൽ മാത്രം എന്നർത്ഥം വരും. ഈ പറഞ്ഞ രണ്ട് കാര്യം കൂടി ഓർക്കണം. നമ്മൾ ചിലപ്പോൾ പറയുമ്പോ ഞാൻ പറയുന്നതിലെ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, മറ്റൊന്ന് കണ്ട് വിട്ടുപോകും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ അബദ എന്ന് പറഞ്ഞ വാക്കിന് മാത്രം അർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അബദ എന്ന വാക്കിന് മാത്രമായിട്ട് ആരാധന ചെയ്യുക എന്ന ആ മാത്രം എന്ന് പറയുന്ന ഒരു ഖൈദ് വരുന്നത് എപ്പോഴാണ്? അബദ എന്ന വാക്കിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ്. അബദല്ലാഹ, അള്ളാഹുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞ ആരാധിച്ചു പോരാ, മാത്രം ആരാധിച്ചു. നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചു, വേറൊരുത്തനെ ആരാധിച്ചു, ഒരു വിഗ്രഹത്തെ ആരാധിച്ചു, ബിംബത്തെ ആരാധിച്ചു, മൂർത്തിയെ ആരാധിച്ചു, ദേവനെ ആരാധിച്ചു, ദേവിയെ ആരാധിച്ചു അള്ളാഹിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അബദല്ലാഹ് എന്നല്ല. പിന്നെ നിങ്ങളുടെ ഇബാദത്ത് ആ നിമിഷം അശ്റക ബില്ലാഹി മാറും, അള്ളാഹുവിൽ പങ്കു ചേർത്തവനാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു, വേറൊരാൾക്കും കൂടി നിങ്ങൾ ഇബാദത്തിന്റെ ഒരു അംശം വകവെച്ചു കൊടുത്താൽ നിങ്ങൾ ആബിദുല്ലാഹ്, അള്ളാഹിനെ ആരാധിക്കുന്നവനല്ല, മുശ്രിക്കും ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തുന്നവനായി തീരും. അതുകൊണ്ട് ഭാഷയിൽ തന്നെ, അറബി ഭാഷയുടെ വദ്ഇൽ തന്നെ, ആ ഭാഷാപരമായ അതിന്റെ ബേസിക് ആയിട്ട് ആ വാക്ക് കോയൻ ചെയ്തതിൽ തന്നെ എന്താ കിടക്കുന്നത്? അബദ എന്നത് അള്ളാഹുവിലേക്ക് ചേർത്താൽ മാത്രം എന്നത് അതിൽ വന്നു ചേരുന്ന ആശയമാണ്. അബദല്ലാ, അള്ളാഹിനെ ആരാധിച്ചു എന്നല്ല അർത്ഥം, അള്ളാഹിനെ മാത്രം ആരാധിച്ചു എന്നാണ്. അങ്ങനെ അബദല്ലാ, അവൻ ആബിദുല്ലാ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവനാകണം. വേറെ ഏതെങ്കിലും ഒരു ദേവനോ ദേവിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ആരാധനന്റെ ഒരു അംശം പറഞ്ഞാൽ അന്ന് മുതൽ അവൻ ആബിദുള്ള, അവന്റെ സ്റ്റാറ്റസ് അത് വെട്ടിയിട്ട് അവിടെ മുശ്രിക്കും ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തവൻ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ലിസാനുൽ അറബ് മുതലുള്ള അറബി ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഷാ ഗ്രന്ഥങ്ങൾ, നിഘണ്ടുക്കൾ, ലെക്സിക്കൺസ് കംപ്ലീറ്റ് പരിശോധിച്ചോ, അബദല്ലാഹ് ഐ വഹദഹു എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചു. ഏകത്വം ഉയർത്തിപ്പിടിച്ചിട്ട് അവനോട് താഴ്മ കാണിച്ചു, അവന് വണങ്ങി, അവന്റെ ഇബാദത്തിന്റെ രൂപങ്ങൾ, അവൻ പറഞ്ഞിട്ടുള്ള ഇബാദത്തിന്റെ രൂപങ്ങൾ അവന് സമർപ്പിച്ചു, അവന് മാത്രം സമർപ്പിച്ചു. മറിച്ച് ഏതൊരു സമയത്ത് അള്ളാഹിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരു ദേവനെയോ ദേവിയെയോ ആരാധിച്ചുവോ അന്ന് മുതൽ അവൻ അബദല്ലാ എന്നതിൽ നിന്ന് അശ്റക ബില്ല എന്ന സ്റ്റാറ്റസിലേക്ക് മാറും. അതതിന്റെ ഭാഷാപരമായ വദ്അ് തന്നെയാണ്. പറഞ്ഞത് സൂക്ഷിച്ചു തന്നെ മനസ്സിലാക്കണം. ഇത്തരം ദഖീഖായ ആശയങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ സംവേദനം കുറച്ചൊന്ന് നിങ്ങളൊന്ന് ഒന്ന് കൂർപ്പിച്ച് തന്നെ മനസ്സിലാക്കണം. വേണ്ട പോലെ മനസ്സിലായില്ലെങ്കിൽ എന്റെ ലക്ഷ്യത്തിലെത്തൂല കാര്യങ്ങൾ. അതിനാൽ ഫഅ്ബുദില്ലാഹ്, നീ അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യണം. അവന്റെ മാത്രം ആരാധ്യത അംഗീകരിച്ച് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാകണം. ആ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അത് തന്നെയും മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസും വേണം. ഏത് കാര്യത്തിൽ ഇഖ്ലാസ് വേണം? ദീൻ, അള്ളാഹുവിനെ നിങ്ങൾ സമർപ്പിക്കുന്ന ആരാധനകളുടെ കാര്യത്തിൽ ഇഖ്ലാസും വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിച്ചു, അപ്പൊ തൗഹീദ് ഉണ്ട്, നിങ്ങൾ മുവഹിദാണ്, വഹദല്ലാഹ് ആണ്. പക്ഷെ ആ നൽകുന്ന ആരാധനയിൽ അതിന് ചില ബഗ്സ് അതിലേക്ക് കയറാനുണ്ട്, ചില കളങ്കങ്ങൾ അതിൽ ചേരാനുണ്ട്, ചില പങ്കങ്ങൾ അതിൽ ചേരാനുണ്ട്. നമ്മുടെ ഉദ്ദേശത്തെ ബാധിക്കുന്ന റിയാ, സുംഅത്ത്, ദിക്ർ, തലബുദ്ദുനിയ പോലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ അതിലേക്ക് ചേരാം. അങ്ങനെ ചേരുകയാണെങ്കിൽ തൗഹീദിൽ വരുന്ന ഒരു ഭംഗമാണത്. ആ ഭംഗം കൂടി ഒഴിവാക്കാനാണ് മുഖ്ലിസൻ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നുള്ള തൗഹീദിന്റെ അടുത്ത ലെവലാണ്. അതിൽ തൗഹീദ് വേണം, പ്ലസ്
അത് ഇഖ്ലാസും വേണം. ആ തൗഹീദിന്റെ വിശുദ്ധിയെ തകർക്കുന്ന എന്തെങ്കിലും, അതിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും കളങ്കങ്ങൾ, പങ്കങ്ങൾ അതിൽ വരാൻ പാടില്ല. റിയാ, സുമ്മത്ത് പോലെയുള്ള ഒന്നും വരാനില്ല. അതില്ലാതെ തന്നെ ചെയ്യണം. അത് അവന് നിങ്ങൾ സമർപ്പിക്കുമ്പോ ലഹുദ്ദീൻ, ദീന് അവനായിട്ട്. ദീൻ എന്നുള്ളത് വിശദമായി പറയേണ്ടതാണ്. ഇതൊരായത്ത്, ഒരു വല്ലാത്തൊരായത്താണ്. ആശയങ്ങൾ ഇങ്ങനെ ഷെൽഫിൽ ബുക്ക് അടുക്കി വെച്ചതുപോലെ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുള്ള. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അടുത്ത ആഴ്ച നമുക്ക് അത് വീണ്ടും പരിശോധിക്കാം. വബിഹാദൽ ഖദ്രി അക്തഫി വഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.